പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ആഴ്ച മാനസാന്തര പ്രത്യുത്തരത്തെ കുറിച്ചാണ് കേട്ടത്. യേശുക്രിസ്തുവിൽ പൂർത്തിയായ രക്ഷ സ്വന്തമാക്കാൻ, അതിന്ന് നമ്മുടെ അനുഭവമാകാൻ വിശ്വാസ മാനസാന്തര പ്രത്യുത്തരത്തിൽ നാം വളരേണ്ടതുണ്ട്. ഈ മാനസാന്തരത്തിന്റെ അത് സമ്പൂർണമായ സമർപ്പണമാണ് നമ്മൾ കേട്ടു. അതിലേക്ക് നമ്മളെ സഹായിക്കുന്ന നമ്മളോടൊപ്പം ഉള്ള രണ്ടുപേരും, ഒന്ന് ജെയിംസ് ചേട്ടനാണ്. കണ്ണൂർ ജില്ലയിലെ ചെറുപുഴയിൽ നിന്നാണ് ജെയിംസ് ചേട്ടനുള്ളത്. ജെയിംസ് ചേട്ടാ, ഒന്ന് വീഡിയോ ഓണാക്കാവോ? രണ്ട് തോമസ് ആണ്, ആലക്കോട്, കണ്ണൂർ ജില്ലയിലെ ആലക്കോട് നിന്നാണ് തോമസ് ഉള്ളത്. ഓരോരുത്തരിലേക്കായി നമുക്കൊന്ന് പോകാം. ആദ്യമേ ജെയിംസ് ചേട്ടനിലേക്ക് ഞാൻ വരികയാണ്. ജെയിംസ് ചേട്ടാ, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി, വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയാൽ അത് സന്തോഷമാണ്. ജെയിംസ് ചേട്ടന്റെ വാക്കുകളിൽ തന്നെ. ചേട്ടാ, ഇച്ചിരി ഓളിയത്തിൽ പറയണേ. കേൾക്കുന്നത് കുറവാ? കുറവാണ്. ജെയിംസ് ചേട്ടാ, ഒന്ന് കുറച്ചും കൂടെ വീട്ടിലുള്ളവരെ കുറിച്ചൊക്കെ ഒന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് ജെയിംസ്. ഞാൻ കണ്ണൂർ ജില്ല പുളിങ്ങോം ഇടഭാഗമാണ്. വീട്ടില് ഞാനും ഭാര്യയും എനിക്ക് 5 മക്കളുമാണ് ഉള്ളത്. ഓക്കെ, വല്യപ്പനുമാണ്. അതെ, വല്യപ്പനുമാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. 2 പേരക്കുട്ടികളുണ്ട്. ഓക്കെ, ജെയിംസ് ചേട്ടനോട് ആദ്യത്തെ എൻ്റെ ഒരു ചോദ്യം, കർത്താവിനെ കണ്ടുമുട്ടി മാനസാന്തര അനുഭവത്തിൽ വന്നിട്ട് എത്ര നാളായി? ഞാനിപ്പോ വന്നിട്ട് 37 വർഷമായി. 37 വർഷമായിട്ട് കർത്താവിനെ കണ്ടുമുട്ടി ഒരു മാനസാന്തര അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ജെയിംസ് ചേട്ടന്, ഈ കർത്താവിനെ കണ്ടുമുട്ടി ഏത് മേഖലയിൽ നിന്നാണ് മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക്, ഒരു സമ്പൂർണമായ സമർപ്പണത്തിലേക്ക് കടന്നു വന്നത്? കർത്താവിനെ, ഇപ്പം പൗലോസ് സൗളായിരുന്നു, കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ മാനസാന്തരം സമ്പൂർണമായി കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചെന്ന് പറഞ്ഞ പോലെ, ജെയിംസ് ചേട്ടന്റെ കർത്താവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പുള്ള ഒരു ജീവിതമുണ്ട്. കണ്ടുമുട്ടിക്കഴിഞ്ഞ് എങ്ങനെയാണ് ആ മാനസാന്തര അനുഭവത്തിൽ വളർന്നത്? കണ്ടുമുട്ടുന്നതിന് മുമ്പ് എനിക്ക് ദൈവം ഉണ്ടോ എന്നോ, അല്ലെങ്കിൽ ദൈവത്തെ കുറിച്ച് അങ്ങനെ ഒരു ചിന്തയോ, എന്തെങ്കിലും പ്രാർത്ഥനാ ജീവിതമോ, അല്ലെങ്കിൽ അങ്ങനെ വിശ്വാസപരമായ ജീവിതം ഇല്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം എൻ്റെ ജീവിത അന്തരീക്ഷം അങ്ങനെ ആയിരുന്നു. അതിനാൽ എനിക്ക് അങ്ങനെ ഒരു അനുഭവം പറഞ്ഞും ആരും തന്നിട്ടില്ല, ഞാനത് കേട്ടിട്ടുമില്ല, അല്ലെങ്കിൽ അങ്ങനെ അതിനെ പോകാൻ സാധിച്ചിട്ടില്ല. എൻ്റെ ബന്ധങ്ങൾ മുഴുവനും എൻ്റെ സൗഹൃദമായിരുന്നു. അപ്പോ എനിക്ക് കിട്ടാത്ത സ്നേഹവും കരുതലൊക്കെ ഞാൻ എൻ്റെ സൗഹൃദത്തിലൂടെ നേടാൻ ശ്രമിച്ചു. അങ്ങനെ വളർന്നു വന്ന ഒരു സാഹചര്യത്തിലാണ് ജീവിതത്തിൽ എനിക്കൊരു തലയ്ക്ക് ഒരു രോഗം ഉണ്ടാകാനിടയായി, വേദന കൊണ്ട്. അപ്പം മരണത്തിന് അനുയോജ്യമായ ഒരു അവസ്ഥ. അതാണ് എന്നെ ഒരു ധ്യാനത്തിലേക്ക് എത്തിച്ചത്, ഏഴുമട്ടം ധ്യാന സെന്ററിലേക്ക്. അവിടുന്ന് ആദ്യം എനിക്ക് അതോടൊപ്പം എനിക്കുണ്ടായിരുന്ന ഒരു ദുശീലമുണ്ട്, പുകവലി. ഒത്തിരി ദുശീലമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട എന്നെ അടിമപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഒരു പുകവലി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാന് ധ്യാനത്തിലൂടെ എനിക്ക് പൂർണ്ണമായ സൗഖ്യം കിട്ടി. അതുപോലെ തന്നെ ഈശോയോട് പറയാതെ തന്നെ എന്റെ പുകവലി എന്ന ആ വലിയ അടിമത്തത്തെ പൂർണ്ണമായും ആ ഒരു ധ്യാനത്തിലൂടെ ഇല്ലാതാകാൻ സാധിച്ചു. അതുപോലെ തന്നെ അങ്ങനെ ആ അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്റെ സൗഹൃദത്തെക്കാൾ വലിയൊരു ബന്ധം ഈശോയുമായി ആണ് നല്ലതെന്ന് എനിക്ക് തോന്നുകയും, സൗഹൃദത്തെ മുഴുവൻ വിട്ട് ആദ്യം ഞാൻ ഈശോയുമായുള്ള ബന്ധത്തിൽ ആഴപ്പെടാനും, ഈശോയിൽ എന്റെ ജീവിതത്തെ, ഈശോയ്ക്ക് ഞാൻ പറഞ്ഞതാ, എന്റെ ജീവിതത്തെ ഞാൻ നിനക്ക് തരുന്നു, സമ്പൂർണമായും എന്റെ ജീവിതത്തെ ഈശോയ്ക്ക് രൂപപ്പെടുത്താൻ തക്കവണ്ണം സമർപ്പിക്കുകയും പിന്നീട് അനുദിന രൂപപ്പെടലിലേക്ക് എന്നെ വിട്ടുകൊടുക്കുകയും ചെയ്തു. ഓക്കെ, ജെയിംസ് ചേട്ടൻ പറഞ്ഞത് നമുക്ക് ക്ലിയർ ആണ്. യേശുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് സുഹൃത്തുക്കളായിരുന്നു, ദൈവമോ ദേവാലയമോ ഒന്നും ആയിരുന്നില്ല ബന്ധം. പുകവലിക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു. പക്ഷെ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ പറയാതെ തന്നെ ശീലം മാറി. പക്ഷെ എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ് ഈ ശീലത്തിൽ വീഴാനൊക്കെ പലപ്പോഴും തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ പ്രാർത്ഥന കൊണ്ട് ശക്തിപ്പെടുത്തി ജെയിംസ് ചേട്ടൻ അതിജീവിച്ചിട്ടുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ അങ്ങനത്തെ ഒരു അപകടത്തിൽ പിന്നെ വീഴാനായിട്ട് ദൈവം ഇടയാക്കിയിട്ട്, അല്ലെങ്കിൽ അതിനകത്ത് സമർപ്പണം സമ്പൂർണ്ണമായി അത് കൊടുത്തു. അത് ഈ സൗഹൃദം മുഴുവൻ കർത്താവുമായി ബന്ധപ്പെട്ടവരാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ 28-30 വർഷമാകുന്നു കർത്താവിനെ കണ്ടുമുട്ടി. വെറുതെ ഒരു കൺവെൻഷന് ബ്രെഡും വെള്ളവും കഴിക്കാൻ പോയതാണ്. പക്ഷെ അത് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തി. അന്ന് വരെ സിനിമ കാണുന്നത് വലിയ താല്പര്യമായിരുന്നു, വലിയ ഇഷ്ടമായിരുന്നു. പക്ഷെ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ ആ ഇഷ്ടം മാറി. കർത്താവിൻ്റെ കൂടെയുള്ള, കർത്താവിൻ്റെ കൂട്ടുകാരുടെ കൂടെ, കർത്താവിനെ അറിയുന്നവരുടെ കൂടെ ജീവിക്കുന്നത് ജീവിതത്തിൻ്റെ വലിയ ഭാഗമായി മാറി. അപ്പൊ അതൊരു മാനസാന്തരമാണ്. നമ്മുടെ സാധാരണ സൗഹൃദങ്ങൾ മാറി ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞവരുടെ ഒരു സൗഹൃദത്തിലേക്കുള്ള വളർച്ച. ഞാൻ ജെയിംസ് ചേട്ടനിലേക്ക് വരാം. തോമസ്,
തോമസിന്റെ വീഡിയോ ഒന്ന് ഓൺ ചെയ്യാവോ തോമസേ? ഓക്കെ ഓക്കെ ഓക്കെ. ആ തോമസിനെ ഒന്ന് വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് പരിചയപ്പെടുത്താവോ? ആ എന്റെ പേര് തോമസ്. ഞാൻ കണ്ണൂർ ജില്ലയിലെ ആലക്കോട് അടുത്ത് കരുണാപുരം ഇടവഭാഗമാണ്. എനിക്ക് ഭാര്യയും 5 മക്കളുമാണുള്ളത്. ഭാര്യയുടെ പേര് സിജി, മക്കൾ 5 പേരാണ്. ഓക്കെ. ഈ ഒരു കർത്താവിന് ഇങ്ങനെ പല ആൾക്കാരും പറയുമല്ലോ, ഞാൻ ഇന്ന ധ്യാനത്തിന് പോയി അവിടെ വെച്ച് മാനസാന്തരപ്പെട്ടു. നമ്മൾ ആളുകളുടെ ടെസ്റ്റ് മണി കേൾക്കുമ്പോഴെല്ലാം അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളത്. തരത്തിൽ നോക്കിയാൽ തോമസിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മാനസാന്തര അനുഭവത്തിൽ, കർത്താവിനെ കണ്ടുമുട്ടി മാനസാന്തര അനുഭവത്തിലേക്ക് വന്നിട്ട് എത്ര നാളായി? ഏതാണ്ട് 30 വർഷമായി. 30 വർഷമായി. അപ്പം ജെയിംസൺ ഇത് ആ എല്ലാവരും ദീർഘമായൊരു വർഷത്തെ അല്ല, നമ്മൾ പറയുന്ന പോലെ ഒരു പാരമ്പര്യം ഒരു ഇത് ഉള്ള ആളുകളാണ്. തോമസിന്റെ ജീവിതത്തിലെ ഈ മാനസാന്തര അനുഭവത്തിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ തോമസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഞാൻ ധാരാളം ആളുകൾ ഇങ്ങനെ പറഞ്ഞു കേൾക്കും, ഞാൻ ഭയങ്കര മദ്യപാനിയായിരുന്നു, ഞാൻ ധ്യാനം കൂടി മദ്യപാനം നിർത്തി, ഞാൻ ഇങ്ങനെ വീട്ടിൽ വഴക്കുണ്ടാക്കി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന ആളായിരുന്നു, അത് അവസാനിപ്പിച്ചു, ഞാൻ പള്ളി പോകാത്ത ആളായിരുന്നു, പള്ളി പോകാനായിട്ട് തുടങ്ങി. അങ്ങനെ പല കഥകൾ പല ആളുകൾ പറയുന്ന പല അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്. തോമസിന്റെ ജീവിതത്തിൽ ഈ കർത്താവിനെ കണ്ടുമുട്ടി മാനസാന്തരപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്താണത് തോമസ് അതിൽ നിന്ന് അർത്ഥമാക്കി പറയുന്നത്? ഞാൻ അർത്ഥമാക്കുന്നത് കർത്താവിന്റെ കൂടെ ജീവിക്കുക. എന്റെ ഒരു അനുഭവം അതാണ്, കർത്താവിന്റെ കൂടെ ജീവിക്കുക, പൂർണ്ണമായിട്ടും കർത്താവിനെ കൊടുത്ത് ജീവിക്കുക. അതായത് എന്റെ അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് ചെറുപ്പത്തിലെ നല്ല തലവേദന ഉണ്ടായിരുന്നു. അപ്പം ഒരിക്കലും നായിക്കമ്പറമ്പിൽ അച്ഛന്റെ ധ്യാനത്തിന് 92 മറ്റോ ആണ്. അപ്പം എനിക്ക് അതിനെ കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ല. പക്ഷെ എന്റെ വീട്ടുകാർ എന്നെ ആ ധ്യാനത്തിന് കൊണ്ടുപോയി. എനിക്ക് പ്രത്യേകിച്ച് അനുഭവങ്ങളൊന്നും ഉണ്ടായില്ല, ഞാൻ തിരിച്ചു പോന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് 94 എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിന് പോയി. അപ്പോൾ അവിടെ വെച്ച് എന്റെ കാലിന്റെ മുട്ടിന് ഒരു മുഴ ഉണ്ടായിരുന്നു. ആ മുഴ ഞാൻ ആ കാര്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പം അച്ഛൻ വിളിച്ചു പറഞ്ഞു, ചിലപ്പോൾ മറ്റുള്ളവർക്ക് സൗഖ്യമുണ്ടാകുന്നതിന്റെ അടയാളമായിട്ട് ചിലപ്പോൾ നമുക്ക് ചില വേദനകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷെ കിടക്കാൻ നേരത്താണ് എന്റെ കാലിലെ ആ മുഴ അപ്രത്യക്ഷമായി. അതിനുശേഷം പിന്നീട് എന്റെ തലവേദന എന്ന് പറഞ്ഞാൽ എന്റെ ശരീരം മുഴുവൻ മരച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ ഡിവൈനിൽ വേറെ ധ്യാനം കൂടി. പക്ഷെ അതിനുശേഷം ക്രമേണ ഈ ശരീരം മരയ്ക്കുന്നത് കൃത്യം പകുതിയായിട്ട് വന്നു. അത് എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. അതായത് മൂക്കിന്റെ പകുതി, നാക്കിന്റെ പകുതി, കണ്ണിന്റെ ഒരു ഭാഗം മാത്രം, അത് കൃത്യം പകുതി, ശരീരത്തിന്റെ ഒരു ഭാഗം മാത്രം മുഴുവൻ മരച്ചിരുന്നത് പകുതിയായി. അപ്പോഴാണ് ദൈവം എത്ര കൃത്യമായിട്ടാണ് ഈ എന്റെ ശരീരത്തെ പോലും എത്ര കൃത്യമായിട്ടാണ് അത് അളന്ന് തിരിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ബോധം എനിക്ക് വരുന്നത്. അതോടുകൂടി എനിക്ക് കൂടുതലും ദൈവത്തെ അറിയണമെന്നും ദൈവത്തിന്റെ കൂടെ ജീവിക്കണമെന്നുള്ള ഒരു ആഗ്രഹം. അപ്പം അതിനു വേണ്ടിയിട്ടായിരുന്നു പിന്നെ എന്റെ ജീവിതം. അങ്ങനെ തോമസ് പറയുമ്പോൾ തോമസിന്റെ ജീവിതത്തിൽ ഈ കർത്താവിനെ അറിഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ, ഇപ്പം ചില ആളുകൾ പറയും, എൻ്റെ ധാരാളം സുഹൃത്തുക്കൾ ഇങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കൊന്നും പ്രത്യേകിച്ച് പാടാൻ അറിയത്തില്ലായിരുന്നു, പക്ഷേ കർത്താവിന് വേണ്ടി ജീവിതം കൊടുത്തപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല, പാട്ട് പാടാൻ തുടങ്ങി. എനിക്ക് വരയ്ക്കാനൊന്നും അറിയത്തില്ലായിരുന്നു, പക്ഷേ കർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ വരയ്ക്കാനായിട്ട് തുടങ്ങി. എനിക്ക് ഈ ജോലിയൊന്നും ഇങ്ങനെ ചെയ്യാനൊന്നും അറിയുന്ന ആളല്ല, പക്ഷേ കർത്താവിന് കൊടുത്തപ്പം കർത്താവിൻ്റെ ആ കൃപ എനിക്ക് വന്നപ്പോൾ അങ്ങനെ എന്നെ മാറ്റി. ഇത്തരത്തിൽ തോമസിന്റെ ജീവിതത്തെ അങ്ങനെ കർത്താവിന്റെ കൈ കൊടുത്തപ്പോ, സമർപ്പിച്ചപ്പോ എന്താണ് തോമസിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്? അത് എനിക്ക് ഞാൻ സ്കൂളിലൊക്കെ ചെറിയ മത്സരങ്ങൾക്കൊക്കെ പാട്ടിനൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു. പക്ഷെ ഞാനത് കാര്യമായിട്ടൊന്നും എടുത്തിരുന്നില്ല. പിന്നെ അതിനുശേഷം ഒരു ഹാർമോണിയം എൻ്റെ കയ്യിൽ ജസ്റ്റ് നോക്കാനുള്ള രീതിയിൽ ഒരു ഹാർമോണിയം എൻ്റെ കയ്യിൽ വന്നുപെട്ടു. അപ്പം ഒരാള് ഒരു സ്കെയിൽ എന്ന് പറഞ്ഞാൽ വെറുതെ സരിഗമപധനിസ എന്ന് മാത്രം കാണിച്ചു തന്നു. പക്ഷെ അതിനുശേഷം ഒരു 6-7 മാസം കൊണ്ട് ഞാൻ തന്നെ പഠിച്ചു എന്ന് പറയാൻ പറ്റില്ല, ദൈവം എന്നെ പഠിപ്പിച്ചു. ഒരു ഗുരുക്കന്മാരുടെയും സഹായമില്ലാതെ ഞാന് പള്ളിയില് കുർബാനയ്ക്ക് ഹാർമോണിയം വായിക്കാൻ തുടങ്ങി. അതിനുശേഷം പിന്നീട് പടിപടിയായിട്ട് ദൈവം അങ്ങനെ എന്നെ വളർത്തിക്കൊണ്ടിരുന്നു. പിന്നീട്
വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക്, പിയാനോ ഇതെല്ലാം പഠിക്കാനും പിന്നീട് ഗ്രിഗോറിയൻ മ്യൂസിക് പഠിക്കാനും അങ്ങനെ പിന്നീട് അതിനുശേഷം ബഹുമാനപ്പെട്ട പമ്പ്ളാനി പിതാവിന്റെ കൂടെ കീബോർഡ് വായിക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചു. പിന്നീട് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു, നീ പാട്ടും കൂടി പാടണം. അങ്ങനെ ഒരു ധ്യാന ശുശ്രൂഷയുടെ മേഖലകളിൽ കൂടെ ഇങ്ങനെ വളർത്തി പല ധ്യാന ഗുരുക്കന്മാരുടെയും പല ടീമുകളുടെയും കൂടെ അങ്ങനെ ഒരു ഗാന ശുശ്രൂഷ മേഖലയിൽ ദൈവം എന്നെ, ഞാൻ അറിയാതെ തന്നെ എന്നെ വളർത്തിക്കൊണ്ടുവന്നു. തീർച്ചയായിട്ടും അതൊരു നമ്മളെ ഓരോരുത്തരെ സംബന്ധിച്ചത് വളരെ മനോഹരമായ ഒരു അനുഭവമാണ്. ഇപ്പോൾ ഓരോരുത്തർക്കും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകാം അങ്ങനെ കർത്താവിന് ജീവിതം കൊടുത്തു കഴിയുമ്പോൾ കർത്താവ് ഇങ്ങനെ നമ്മൾ കാണാത്ത ചിലത് തിരിച്ചറിയാൻ പറ്റും. ഞാനും ഓർക്കുന്നുണ്ട്, ഞാൻ ഒരിക്കലും ഒരു പ്രസംഗകനായിരുന്നില്ല, ക്ലാസ് എടുക്കുന്നവനായിരുന്നില്ല. അതേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടാബ്ലോ ഐറ്റം മാത്രമേ അവതരിപ്പിക്കാൻ കയറിയിട്ടുള്ളൂ. കാരണം ആരെങ്കിലും പെയിന്റ് അടിക്കും, നമ്മൾ കണ്ണടച്ചിങ്ങനെ നിൽക്കും, ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് പേടിയാണ്. പക്ഷേ ധ്യാനം, കർത്താവിനെ കണ്ടുമുട്ടിയ അനുഭവം, കർത്താവിന് വേണ്ടി ജീവിക്കണമെന്ന ആഗ്രഹം, അത് ഇങ്ങനെ വളർന്നപ്പോൾ ചെറിയ ഗ്രൂപ്പിലിരുന്ന് സ്വയം പ്രേരിതമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് കർത്താവ് ഇങ്ങനെ പരിശീലിപ്പിച്ചു. പിന്നെ പ്രൈസ് വർഷിപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെ ചെറിയ ഗ്രൂപ്പിൽ തുടങ്ങി. സാവധാനം ഞാൻ പോലും അറിയാതെയാണ് ക്ലാസ് എടുക്കാനും വചനം പ്രസംഗിക്കാനും ഒക്കെ കർത്താവ് എന്നെ പരിശീലിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ധാരാളം പഠിക്കാൻ POC പോലുള്ള സഭയുടെ സ്ഥാപനങ്ങളിൽ പോയി കുറേം കൂടി ദൈവശാസ്ത്രപരമായിട്ടും ഒക്കെ കാര്യങ്ങളെ മനസ്സിലാക്കാനൊക്കെ ആയിട്ട് ദൈവം ഇടയാക്കി. ഞാൻ പറയുന്നത് ഇതൊരു പടിപടിയായ വളർച്ചയാണ്. എന്നെ നവീകരണാനുഭവത്തിൽ കൊണ്ടുവന്ന, എൻ്റെ വീട്ടിൽ നിന്ന് 60 കിലോമീറ്റർ ദൂരം എന്നുള്ളൊരു ജോയിച്ചേട്ടനാണ് വീട്ടിൽ വന്ന് എന്നെ ശുഭൂനൊക്കെ എല്ലാ ആഴ്ചയും പ്രാർത്ഥനാ ഗ്രൂപ്പിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ആ ചേട്ടൻ പോലും ഒരിക്കലും വിചാരിച്ചിട്ടില്ല നമ്മൾ ഇങ്ങനെ ആകും, ഞാൻ ശുഭു ഇങ്ങനെ വരുമെന്ന് നമ്മളും വിചാരിച്ചിട്ടില്ല, അത്രയും കൂടി വിചാരിച്ചിട്ടില്ല. പക്ഷെ ഇതൊരു സമർപ്പണത്തിൽ പടിപടിയായി നമ്മുടെ താലന്തുകൾ, ദൈവരാജ്യത്തിന് കൊടുക്കാനായിട്ട് സഹായിക്കുകയാണ് എന്നാണ് തോമസിനും പറഞ്ഞത്, ജെയിംസ് ചേട്ടനും പറഞ്ഞത്. ഞാൻ ജെയിംസ് ചേട്ടനിലേക്ക് തിരിച്ചു വരികയാണ്. ജെയിംസ് ചേട്ടാ, ഒരു ചോദ്യം കൂടെ ഉള്ളത്, ഈ ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് 10-30 വർഷമായിട്ട് ജെയിംസ് ചേട്ടനൊക്കെ മാനസാന്തരപ്പെട്ടല്ലോ. ഇനി മാനസാന്തരപ്പെടാനൊന്നും ഇല്ലായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാനസാന്തരം പൂർത്തിയായിട്ടുണ്ടാകും. 30 വർഷമായിട്ട് ഇങ്ങനെ കർത്താവിൻ്റെ കൂടെ ജീവിക്കുന്ന ആൾക്ക് ഇനി മാനസാന്തരപ്പെടേണ്ട കാര്യമുണ്ടോ? ജെയിംസ് ചേട്ടൻ്റെ ഇനി വല്ല മാനസാന്തരത്തിന്റെ പ്രസക്തി ഉണ്ടോ? തീർച്ചയായിട്ടും മാനസാന്തരം അത് നിരന്തരം നടക്കേണ്ട ഒന്നായതുകൊണ്ട് തന്നെ ജീവിതത്തില് നിരന്തരമായി നടക്കേണ്ട ഒന്നാണെന്ന് എനിക്കുള്ള ബോധ്യം. ഒന്ന്, എന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത്, അതല്ലെങ്കിൽ എന്നെ ചിന്തിപ്പിച്ചത്, ഒന്ന്, ഈശോ ദൈവമാണെന്നുള്ള യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞപ്പോൾ നിരന്തരം പ്രാർത്ഥിക്കുക എന്നത് എൻ്റെ ഒരു വലിയൊരു തീരുമാനമായിരുന്നു. അതായത് പ്രാർത്ഥനയിൽ അതിജീവിക്കുക, വചനത്തിൽ ആഴപ്പെടുക, വിശുദ്ധ കുർബാനയോടുള്ള ആഴമായ ബന്ധവും സ്നേഹവും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ഇല്ലാത്ത എൻ്റെ ജീവിതത്തിലേക്ക് ആ ഒരു ജീവിതം കടന്നു വന്ന് അങ്ങനെ ദൈവമാണെന്ന ബോധ്യത്തിലേക്കും ആ ദൈവത്തെ ഏറ്റുപറയുവാനുള്ള, അല്ലെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഒരു ജീവിതത്തിന്റെ സമർപ്പണമായിരുന്നു പിന്നീട്. അങ്ങനെ ആ ജീവിതത്തിലൂടെ അത് നിരന്തരമായി നടക്കേണ്ടത്. പിന്നെ ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ എൻ്റെ ജീവിതത്തിന്റെ കുറവുകൾ നിരന്തരം, പോരായ്മകൾ കണ്ടുമുട്ടിക്കൊണ്ട് അത് സ്നേഹത്തിന് സ്നേഹം എന്തെന്ന് എനിക്കറിയത്തില്ല, സ്നേഹിക്കാൻ അറിയത്തില്ല. ഞാൻ ഈശോയുടെ സ്നേഹം അനുഭവിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വന്നു. അതിപ്പോ ഞാൻ ഇന്ന് നോക്കുമ്പോൾ ഒട്ടുമായിട്ടില്ല എന്ന് എനിക്കറിയാം. കാരണം ഒരിക്കലും എനിക്ക് സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്ക് വളരാൻ സാധിച്ചില്ല. ഇന്നും അത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, അതിനുവേണ്ടി സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത് അമിതമായ ദേഷ്യം. അപ്പം ആ ദേഷ്യത്തെ പോലും ഇല്ലാതാക്കുവാനായിട്ട് എനിക്ക് സാധിക്കേണ്ടത്, ദേഷ്യത്തെ അതിജീവിക്കേണ്ടത് ആവശ്യമാണെന്ന് തോന്നി. അതിനെ നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും ദൈവബന്ധത്തിലൂടെയും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ കുറവുകൾ നിരന്തരം കണ്ടുകൂട്ടിയാണ്. അങ്ങനെ നിരന്തരമായ അങ്ങനെ ഓരോന്നും നിരന്തരമായ മാനസാന്തരം, അത് ദൈവത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു, ആ ദൈവത്തെ കണ്ടുമുട്ടുന്തോറും നമ്മുടെ കുറവുകൾ കൂടുതൽ അറിയുന്നു. ആ കുറവുകളിലേക്ക് ദൈവത്തെ കൂട്ടിക്കൊണ്ടുവന്ന് ഈശോയിലേക്ക് ചേർന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു. താങ്ക് യു ജെയിംസേട്ടാ, താങ്ക് യു. ജെയിംസേട്ടൻ പറഞ്ഞു വന്നത് ഇപ്പം കേക്ക് വരുമ്പോൾ നമുക്കൊക്കെ അറിയാം. ഇപ്പം ഞാനും വിചാരിക്കുന്നുണ്ട്, ഓരോ കുമ്പസാരം കഴിയുമ്പോൾ വിചാരിക്കും ഇനി പിള്ളേരോട്, നമ്മുടെ ഒരു ജീവിതത്തിൽ പിള്ളേരോട് ഭയങ്കരമായിട്ട് കോപിക്കുക, ദേഷ്യപ്പെടുക, വഴക്ക് പറയുക, അവരുടെ പ്രായത്തെ മാനിക്കാതെ അവരുടെ ജീവിതത്തെ അങ്ങനെ മനസ്സിലാക്കാതെ ചെയ്യുന്ന ഓരോ കുമ്പസാരം കഴിയുമ്പോൾ ഞാൻ തീരുമാനിക്കും ഇനി അവരോട് കുറച്ചും കൂടെ ശാന്തമായിട്ടും സ്വസ്ഥമായിട്ടും ഒക്കെ ഇടപെടണമെന്ന്. പക്ഷേ
വീണ്ടും ഏതാനും സമയം കഴിയുമ്പോൾ ഇത് വരുമ്പോഴാണ് എനിക്ക് പലപ്പോഴും ജെയ്സേട്ടൻ പറഞ്ഞ പോലെ മനസ്സിലാകുന്നത് ഇനിയും മാനസാന്തരപ്പെടാനുണ്ട്. അല്ലെങ്കിൽ കൂടെ ജീവിക്കുന്നവർ, ജെയ്സേട്ടൻ പറഞ്ഞത് വളരെ മനോഹരമായ ഒരു ആശയമാണ്. സ്നേഹത്തിൽ കുറേയും കൂടെ കർത്താവ് വരുമ്പോൾ സ്നേഹിക്കാനായിട്ടാണ് നമ്മൾ ശക്തി പ്രാപിക്കുന്നത്. ഇനിയും എന്തേലും സ്നേഹിക്കാനുണ്ട്. എൻ്റെ കൂടെ ജീവിക്കുന്ന മനുഷ്യരെ ഇനിയും ഒരുപാട് ഞാൻ സ്നേഹിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുകയാണ്. ഇനി സ്നേഹിക്കുന്ന തീരുമാനമൊക്കെ കുമ്പസാരക്കൂട്ടിൽ എടുക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ പിന്നെയും നമ്മൾ ശങ്കരൻ പിന്നെയും തെങ്ങേൽ എന്നൊക്കെ പറയുന്നത് പോലെ വീണ്ടും നമ്മൾ സ്നേഹമില്ലായ്മയിലേക്ക് വീഴുകയാണ്. അപ്പൊ ഇതൊരു നിരന്തരമായി ഇങ്ങനെ പടിപടിയായി ഇങ്ങനെ വളരുന്നൊരു, ഞാൻ അന്നും ഇന്നും കുറേ നേരം രാവിലെ എഴുന്നേറ്റ് 1 മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കണം എന്നുള്ള ആവേശം ധ്യാനമൊക്കെ കൂടി കഴിയുമ്പോൾ ചില സമയത്ത് നമുക്കുണ്ടാവും. കുറച്ച് ദിവസം പോവും, കുറച്ച് കഴിയുമ്പം പിന്നെ അത് കുറഞ്ഞ് 10 മിനിറ്റോ 15 മിനിറ്റിലേക്ക് എത്തും. അപ്പം മാനസാന്തര കർത്താവിൻ്റെ കൂടെയുള്ള യാത്രയാണ്. അപ്പോൾ മുഴുവൻ സമയവും അത്തരത്തിൽ വളരാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഞാൻ തോമസിലേക്ക് വരാം. തോമസിന്റെ ജീവിതത്തിൽ ഇനി വല്ലതും മാനസാന്തരപ്പെടാനുണ്ടോ? 30 വർഷമായല്ലോ കർത്താവിനെയൊക്കെ കണ്ടുമുട്ടി, കർത്താവിൻ്റെ കൂടെയൊക്കെ ജീവിക്കാൻ തുടങ്ങിയിട്ട്. വേറെ വലിയ പ്രശ്നമൊന്നുമില്ല, കള്ളുകുടിയില്ല, വീടുകളില്ല, വേറെ വലിയ തോന്നിവാസങ്ങളൊന്നുമില്ല എന്നാണ് ഞാൻ തോമസുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പം ഞാൻ തോമാച്ചനൊരു സമ്പൂർണമായി മാനസാന്തരപ്പെട്ട വ്യക്തിയാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് ശരിയാവുമോ? അത് ഒരിക്കലും ശരിയാവില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ തന്നെ ഇപ്പൊ ഈ ശുശ്രൂഷ മേഖലയിൽ തന്നെയാണെന്നുണ്ടെങ്കിലും, ഞാനിപ്പോ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് പലപ്പോഴും പ്രത്യേകം ചില വീട്ടിലെ ചില സാഹചര്യങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ഒക്കെ വരുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ പരിപാടിയൊക്കെ ഇങ്ങനെ നിർത്തിയൊക്കെ വേറെ വല്ല പണിക്കും പോവാം എന്നൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ ദൈവം എനിക്ക്, ഞാൻ 1-2 അനുഭവങ്ങൾ പറയാം. അതായത് ഒരിക്കലും ഇതുപോലെ ഞാൻ നിർത്തിയേക്ക എന്ന് തന്നെ ചിന്തിച്ചപ്പോൾ എന്നെ പഠിപ്പിച്ച ഒരു സാറ് എൻ്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അദ്ദേഹം യാദൃശ്ചികമായിട്ട് എൻ്റെ മുന്നിൽ വന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ചെയ്യുന്ന പോലുള്ള പ്രവൃത്തി ഞാൻ വിചാരിച്ച ചെയ്യാൻ പറ്റില്ല. നീ എത്രയോ പേരാണ് നിന്റെ പാട്ട് കൊണ്ട് ആശ്വാസം കൊടുക്കുന്നത്. നിനക്ക് എത്രയോ വലിയ കാര്യമാണ് നീ ചെയ്യുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ദൈവം പറഞ്ഞു വിട്ട ഒരാളായിരുന്നു എന്നാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത്. അതിനുശേഷം വേറൊരു അച്ഛൻ എന്നോട് പറഞ്ഞു, നീ കീബോർഡ് വായിക്കുന്നതിൽ ഒരു അഭിഷേകമുണ്ട്. ആ സമയത്ത് ഞാനിത് നിർത്തിയേക്കാം എന്ന് വിചാരിച്ച സമയത്താണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. വീണ്ടും മൂന്നാമത്, ഇപ്പോൾ എനിക്ക് ഒരു മാസം മുന്നേ, മൂന്നാമതല്ല എങ്കിലും ഏറ്റവും അടുത്തൊരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ, 1 മാസം മുന്നേ എനിക്ക് അൾസറിന്റെ ഒരു പ്രശ്നം വന്നു. അപ്പൊ കുറെ ദിവസമായിട്ട് പള്ളിയിലും പോകുന്നില്ല, പ്രാർത്ഥനയില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാപ്പാട് ഒന്നും ഇല്ലാത്തൊരവസ്ഥ. അപ്പോഴാണ് ശ്രീചേട്ടൻ എന്നെ വിളിക്കുന്നു, ഇങ്ങനെ അഖണ്ഡ ജപമാലയുണ്ട്, നീ വരണം. ഞാൻ പറഞ്ഞു എനിക്ക് ഇച്ചിരി മടിയാ. അന്നേരം പറഞ്ഞു കുഴപ്പമില്ല, നീ പോരും, നമുക്ക് ഇവിടെ ഒന്ന് റെസ്റ്റ് എടുക്കാം. അങ്ങനെ പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഞാന് ഈ ഓരോ ദിവസവും എവിടെ താന്നു പോകുന്നോ ആ സമയത്തെല്ലാം എന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ ഓരോരുത്തരെയായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് കൃത്യമായിട്ട് അയക്കുന്നു. അത് തന്നെ എന്നെ എപ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായും തോമസ് പറഞ്ഞതുപോലെ ഇങ്ങനത്തെ നമ്മുടെ ജീവിതത്തിൽ ഒരു കുടുംബജീവിതം, അതുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങളിൽ ഒരു പക്ഷേ തോമാസിന് പറയാൻ പറ്റുമായിരിക്കും. നമ്മുടെ സമയപരിമിതി ഉണ്ടെങ്കിലും കുടുംബജീവിതത്തിൽ ഈ ഭാര്യയും മക്കളും ഒക്കെയായി ബന്ധപ്പെട്ടുള്ള ജീവിതത്തിൽ മാനസാന്തരവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? അതോ ഭാര്യയും ഇപ്പം ചിലപ്പോഴെങ്കിലുമൊക്കെ എനിക്ക് തോന്നാറുള്ളത്, നിനക്കുണ്ടോയെന്ന് അറിയത്തില്ല, ഞാനൊക്കെ കുഴപ്പമില്ല, ഭാര്യയും മക്കളൊക്കെയാണ് മാനസാന്തരപ്പെടേണ്ടത് എന്ന് അങ്ങനെ തോന്നാറുണ്ട്. തോമാച്ചൻ അങ്ങനെ തോന്നാനുള്ള സാധ്യത ഉണ്ടോ, അതോ അങ്ങനെയാണോ തോന്നാറുള്ളത്? അങ്ങനെ തോന്നാറില്ല. പക്ഷെ എങ്കിലും ചില സമയത്ത് ഈ പറഞ്ഞ പോലെ ഈ അകാരണമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പം പിന്നെ ചിലപ്പോ എന്റെ ചിലപ്പോൾ മറ്റു കാര്യങ്ങളുടെ ദേഷ്യത്തിന്റെ പുറത്തായിരിക്കും എന്റെ പെരുമാറ്റം. അപ്പോൾ അത് വീട്ടിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാക്കും. അപ്പോ അങ്ങനെ വരുമ്പോ മൊത്തത്തില് വീടിന്റെ മൊത്തം താളം തെറ്റും. അപ്പം അത് എന്റെ കുറവാണ്, കാരണം ഞാൻ ഇനിയും വളരേണ്ടിയിരിക്കുന്നു. അപ്പം അത് പിന്നീട് ഈ പറഞ്ഞ പോലെ ദൈവം അത് തന്നെ മാറ്റിയെടുക്കാനുള്ള ഓരോ സാഹചര്യങ്ങൾ ദൈവം തന്നെ ക്രമീകരിച്ച് തരുന്നുണ്ട്. അത് തന്നെ വലിയൊരു ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ. താങ്ക് യു തോമസ്. ജെയിംസേട്ടനും തോമസിനും നന്ദി പറയുന്നു. നമ്മുടെ കൂടി അവരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെച്ചത് നമ്മളെയും ചിന്തിപ്പിക്കാൻ, ഇനിയും മാനസാന്തരപ്പെടാൻ, എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായി ഇനിയും എന്തായാലും സമർപ്പിക്കാനുണ്ട്.
നമുക്കുള്ളത് ധാരാളം കാര്യങ്ങൾ ദൈവത്തിന് ഇനിയും നമ്മൾ കൊടുത്തിട്ടില്ല എന്നുള്ളത് നമ്മൾ കർത്താവിൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. എനിക്കത് ജെയിംസ് ചേട്ടനാണോ തോമാച്ചനാണോ പറഞ്ഞതെന്ന് അറിയത്തില്ല. ദൈവത്തിന്റെ പ്രകാശത്തിൽ നിന്നാണ് നമ്മൾ നമ്മളെ നോക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള അന്ധകാരം മനസ്സിലാകുന്നത്. നമ്മൾ കർത്താവിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഇനിയും ഒരുപാട് നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ മനോഭാവങ്ങളിൽ, നമ്മുടെ താല്പര്യങ്ങളിൽ, നമ്മുടെ ഇഷ്ടങ്ങളിൽ, നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ മാറ്റപ്പെടേണ്ടതുണ്ട് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ കാണിച്ചു തരും. നിശ്ചയമായിട്ടും നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ അനുഭവം അങ്ങനെയാണ്. നമ്മൾ ദൈവമാകുന്ന കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ ഇനിയും നമ്മുടെ ജീവിതത്തിൽ സമർപ്പിക്കാൻ ഏറെയുണ്ട്. അല്ലേ? നമ്മൾ ചിലപ്പം പറയും നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഇങ്ങനെ പള്ളിയിൽ നിന്ന് പാട്ടുപാടി ഞാൻ വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ എൻ്റെ വീടിൻ്റെ പൂട്ടൊക്കെ തുറന്ന് അടുക്കളയിലിരുന്ന് വേറൊരു ചേട്ടനും കുടുംബവും രാവിലെ ഉണ്ടാക്കി വെച്ച ഇഡ്ഡലിയും ചമ്മന്തിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും? ആരോട് ചോദിച്ചിട്ടാണ് എൻ്റെ വീടിൻ്റെ അകത്ത് കയറിയിരുന്നതെന്നാണ്. പള്ളിയിൽ നിന്ന് ഞാൻ സമർപ്പിച്ചത് എന്താ? എല്ലാം സമർപ്പിക്കുന്നതാണ്. പക്ഷെ എല്ലാം സമർപ്പിച്ചാലും ഇപ്പോൾ വീട് എൻ്റെതാണ്, ഭാര്യ എൻ്റെതാണ്, ഈ പേന എൻ്റെതാണ്. നമ്മൾ ബസ്സിൽ കയറി സൈഡിൽ നിന്ന് കുട വെച്ച് സീറ്റ് പിടിച്ചു വേഗം കയറി ഇരിക്കാൻ വേണ്ടി. നമ്മൾ ചെന്നപ്പോൾ വേറൊരാൾ അവിടെ ഇരുന്നു. നമ്മൾ ചോദിക്കുന്ന ചോദ്യം, എൻ്റെ സീറ്റിൽ കയറി നീ എന്തിനാണ് ഇരുന്നതെന്നാണ്. കുറച്ച് കഴിയുമ്പം നമ്മൾ ഇറങ്ങിപ്പോകുന്നതാണ്. നമ്മുടെ സീറ്റേ അല്ല. ഈ പറഞ്ഞതുപോലെ നമ്മുടേതായ എന്തൊക്കെയോ നമ്മൾ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ വസ്ത്രം, എൻ്റെ റൂം, എൻ്റെ സ്ഥലം, ഇങ്ങനെ എൻ്റെതെന്ന് പറയുന്നതിനെ എല്ലാം അവസാനിപ്പിക്കുന്നിടത്തേക്കുള്ള വളർച്ചയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. എല്ലാം ദൈവത്തിൻ്റെതാണെന്ന് തിരിച്ചറിയുന്നതും ദൈവഹിതം അനുസരിച്ച് ജീവിതത്തെ മുഴുവൻ ക്രമപ്പെടുത്തുന്നതിലേക്കും നിരന്തരം നമ്മൾ വളരുന്നതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അതിൽ വളരാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിന്റെ ധന്യതകളും നേട്ടങ്ങളും കുറവുകളും ബലഹീനതകളും പരിമിതികളും എല്ലാം പറ്റുമെന്ന് കണ്ടെത്തി എഴുതിയിട്ട് അതെല്ലാം കർത്താവിൻ്റെ കയ്യിൽ നമുക്ക് കൊടുക്കാം. ഒക്കെ മാനസാന്തരത്തിന്റെ വലിയ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ആമേൻ.